പണം കിട്ടാൻ എളുപ്പവഴി എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? പണം കൊടുക്കുക. കേൾക്കുമ്പോൾ ഭ്രാന്തമായി തോന്നാല്ലേ? എൻ്റെ കയ്യിൽ തന്നെ ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ കൊടുക്കാനാ? ഇന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നാൽ പ്രകൃതി നിയമം ഇതാണ്: കൊടുത്താലേ കിട്ടുള്ളൂ, കൊടുത്താലേ കിട്ടുള്ളൂ. സി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗീവിങ് എന്ന മാഗ്നറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഗീവിങ് എന്ന ഒരു മാഗ്നറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ധാരാളം സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം നിങ്ങളിലേക്ക് ഒഴുകും. വെറുതെ പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനും കണ്ടോ. ഇത് 100% നമുക്ക് ബോധത്തായിരിക്കും. ഓക്കെ, നമസ്കാരം. ഡേ 18ലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പല കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും ബാലൻസുള്ള 10-12 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാവിലെ 5 മണിക്കുള്ള ഫ്രീ സെഷൻ വളരെ അമേസിംഗ് ആയിട്ട്, പവർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും അവിടെ അസോസിയേറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം. രാവിലെ അഫർമേഷൻസ് നമ്മളോടൊപ്പം പറയാം പവർഫുള്ളായിട്ട്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മണി അഫർമേഷൻസ് പറയാൻ പറ്റും. ഏർലി മോർണിംഗുള്ള 5 AM സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രീ ക്ലാസ് കിട്ടാനായിട്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും ലിങ്ക് വരും. ഓക്കെ, ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോൾ സെഷനിലേക്ക് നോക്കാം. ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരും, ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, വാരൻ ബഫറ്റ് ആയിക്കോട്ടെ, ടാറ്റ, ഇവരെല്ലാം വലിയ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അവർ പണക്കാരായതുകൊണ്ട് ദാനം ചെയ്യുന്നതല്ല, ദാനം ചെയ്തതുകൊണ്ടാണ് അവർ കൂടുതൽ പണക്കാരായത്. ഇതിനെ ദ ലോ ഓഫ് സർക്കുലേഷൻ എന്ന് വിളിക്കും. മനസ്സിലാവുണ്ടോ? ദ ലോ ഓഫ് സർക്കുലേഷൻ. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ 2 പോയിൻ്റ് മനസ്സിലാക്കണം. ദ 10% റൂൾ. പല മതങ്ങളിലും പറയുന്നു വരുമാനത്തിൻ്റെ 10% ദാനം ചെയ്യണമെന്ന്. ഇതൊരു വലിയ കാര്യമാണ് ആക്ച്വലി. ഇത് പല ആത്മീയ മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ഇത് ആത്മീയ നിയമമാണ്. നിങ്ങൾ 10 രൂപ കൊടുക്കുമ്പോൾ പ്രപഞ്ചത്തോട് പറയുന്നത് എനിക്ക് ധാരാളമുണ്ട് എന്നാണ്, എനിക്കിനിയും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. മനസ്സിലാവുന്നതോ? സോ അപ്പോൾ ആ ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. യു ഹാവ് ലോട്ട്സ് ഓഫ് മണി, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്ന്. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഗീവിങ് വിത്ത് ഫീലിങ്സ് ഉണ്ട് സംഭവം. നിർബന്ധിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കണം. ആ കിട്ടുന്ന ആളിൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരും ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഗീവിങ് റൂൾ യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. കൊടുക്കുന്ന 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 100 ആണെങ്കിലും 1000 ആണെങ്കിലും 10,000 ആണെങ്കിലും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി പണം തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ സമയം കൊടുക്കാം, നിങ്ങളുടെ അറിവ് കൊടുക്കാം, നിങ്ങളുടെ സ്നേഹം കൊടുക്കാം, ഭക്ഷണം കൊടുക്കാം, എന്തും കൊടുക്കാം. നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. കച്ചവട ബുദ്ധിയോടെ ഞാനിത് തന്നാൽ എനിക്കെന്ത് കിട്ടും എന്ന ചിന്ത ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത്. ആ ചിന്ത വെച്ച് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, തിരിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും പ്രതീക്ഷിച്ചുമല്ല, ആ ഒരു നിസ്വാർത്ഥമായി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് കൊണ്ടുവരാം? ഇതാണല്ലോ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ദ സീക്രട്ട് ഓഫ് ഗിവിങ്ങിൻ്റെ സ്റ്റെപ്പ് 1, ഒരു ചെറിയ തുക എടുക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ, ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ അവസ്ഥ പോലെ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതാരും കാണാതെ ഒരിടത്ത് വയ്ക്കുക. ഉദാഹരണം സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫിൽ അല്ലെങ്കിൽ ഒരു പാർക്കിലെ ബെഞ്ചിൽ, എവിടെയെങ്കിലും. സ്റ്റെപ്പ് 3, കൂടെ ഒരു ചെറിയ കുറിപ്പും കൂടെ വയ്ക്കുക. ഇത് കണ്ടെത്തുന്ന ആൾക്ക് ഇത് നിങ്ങളെ തേടി വന്നതാണ്. ഈ ദിവസം മനോഹരമാകട്ടെ.
സ്റ്റെപ്പ് 4, ദൂരെ മാറി നിന്ന് ആരെങ്കിലും അത് എടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന അത്ഭുതം കണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഇതൊരു പ്രാക്ടിക്കൽ വേ ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം. അല്ലെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നേരെ അവരുടെ മുന്നിൽ പോയി തന്നെ കൊടുക്കണം, അവരെ സഹായിക്കണം. അങ്ങനെ ഒരു മനസ്സാണെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഇതൊരു പ്രാക്ടിക്കൽ ടെക്നിക്ക്, ഇൻട്രസ്റ്റിംഗ് തരുന്ന, മനസ്സിലെ ഒരു സന്തോഷം, ഉത്സാഹം തരുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. സോ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. റിസൾട്ട് എന്തെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന് ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ, ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ, നോർമൽ മെഡിറ്റേഷൻ, മണി മാസ്റ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അവരതിൽ പഠിച്ച് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത തലങ്ങളിൽ അവരുടെ മാറ്റം, ബിസിനസ്സിൽ ഉയർച്ച, അവരുടെ സാമ്പത്തിക ഭദ്രതയിൽ ഉയർച്ച, അതുപോലെ തന്നെ അവരുടെ കരിയറിൽ ഉയർച്ച, ഒരുപാട് റിസൾട്ട്സ് ഉണ്ട്. പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങളും ഇത് ചെയ്യാനായിട്ട് നോക്കൂ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഗീവിങ് എന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചല്ലോ, മനസ്സിലാക്കിയല്ലോ, ഒരു ചെറിയ ആക്ടിവിറ്റി ഇട്. വലിയ എമൗണ്ടൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പണം തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഒരു ഗീവിങ് എന്ന കാര്യം കൊടുത്തിട്ട് ആ സമയത്തുണ്ട ഫീലിങ്സ്, ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഉറപ്പായിട്ടത് യൂട്യൂബിൽ ഈ വീഡിയോയിൽ നിന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് എന്ന സംഭവമുണ്ട്, അവിടെ മറ്റു ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് ഡേ 19, 19ാമത്തെ ദിവസത്തിലെ മാജിക് മനസ്സിലാക്കാം. താങ്ക് യു.